അത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ MLA ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത്? എന്ത് ന്യായമാണ്? എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത്? അതുപോലെ തന്നെയല്ലേ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത്. ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ്, അതിന് ആനന്ദം കണ്ടെത്തുകയാണ്. അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലുടനീളം നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത്. എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക്, ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോവുകയാണ്. അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല, പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും അവരെ അടിച്ചമർത്തും, പോലീസിനെ കൊണ്ട് വ്യാപകമായി കേസുകൾ എടുപ്പിക്കും, ജാമ്യമില്ലാത്ത കേസിലേക്ക്. ഇന്നലെയൊക്കെ കാണിച്ചതെന്താ? 41A നോട്ടീസ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് 41A നോട്ടീസ് കൊടുക്കേണ്ടത്. എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ 41A നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് 41A നോട്ടീസ് കൊടുക്കുന്നത്. മുഴുവൻ നിയമം ലംഘിക്കുകയാണ്. അതുപോലെ സെക്ഷൻ 333 എടുത്ത്, സെക്ഷൻ 333 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി ആയുധം ഉപയോഗിച്ച് ചെയ്തെന്നാണ്. 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തെന്നൊരു കേസ് പോലീസിനുണ്ടോ? വ്യക്തിപരമായി അദ്ദേഹം ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ? എന്നിട്ട് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ്. ഷൂവെന്നും പറഞ്ഞ് എറണാകുളത്ത് വധശ്രമത്തിന് കേസെടുത്ത് വഷളായി പോയതാണ് സർക്കാർ, വഷളായി പോയതാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നിയമവിരുദ്ധമായി. എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ്, വ്യാജ സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും CPM-നെയും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണിത്? എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ്? ആർക്കും അസുഖം വരാൻ പാടില്ലേ? പോലീസ് മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളെ പ്രധാനപ്പെട്ടവരല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഇവിടെ എന്തായിരുന്നു, എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ ഞങ്ങൾ ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് 15-ാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോ. ജയിലിൽ പോണതിന്റെ പേടിയല്ല, പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ആള് സ്റ്റേബിൾ ആണെന്നല്ലാതെ പിന്നെ എന്താ എഴുതുന്നത് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ? ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റില് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? സ്റ്റേബിൾ ആവുമ്പോഴല്ലേ, എന്നിട്ട് വിശ്രമം നിർദ്ദേശിക്കല്ലേ ആൾക്ക്, അല്ലേ? ഇയാൾ ഇപ്പോഴും കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യോ? എന്തൊക്കെയാ പറയുന്നത്? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. അല്ല, അത് ചെയ്തത് കോടതി അതായത് ന്യൂറോ പരിശോധന നടത്തിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റല്ലേ ഹാജരാക്കിയത്, ന്യൂറോ ഡിപ്പാർട്ട്മെന്റിന്റെ.
കോടതി നടത്തിയ പരിശോധന എന്താ? BP നോക്കാൻ വേണ്ടി വിട്ടെ. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ആയിരുന്ന ആൾ രോഗമുണ്ടാന്നറിയാൻ BP നോക്കിയതാണ്. BP നോക്കിയപ്പോ യഥാർത്ഥ BP 160 ആയപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ RMOയെ സ്വാധീനിച്ച്, ജനറൽ ആശുപത്രിയിലെ RMO ഇവരെല്ലാം ഇതിൽ കൂട്ടിക്കാണ്. എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 BP. എന്നിട്ട് നോർമലായി എഴുതി RMO സ്വാധീനിച്ചിട്ട് എഴുതിയാണ്. എന്ത് തോന്നിവാസമാണ് നടക്കുന്നത്. അപ്പൊ കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടി കന്റോൺമെന്റ് SHO കൊണ്ടുള്ള അഭ്യാസം വേറെ, RMOയെ വരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായിട്ടുണ്ടായിരുന്നു. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വ്യാജം. RMOയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ നിന്ന് കൊടുത്തത് യഥാർത്ഥ BP പോലും കാണിക്കാതെ. അതാണല്ലോ, പിന്നല്ലാതെ അല്ല. പിന്നെ ആശുപത്രിയിലെ RMOക്ക് എന്താ കാര്യം? അവിടെ പരിശോധിക്കുന്ന ഡോക്ടറല്ലേ BP എത്രയാണെന്ന് രേഖപ്പെടുത്തി അയക്കേണ്ടത്. എന്നിട്ട് നോർമൽ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് അതെ. ഞാൻ ഇന്നലെ SHOയെ പറ്റി പറഞ്ഞില്ലേ? SHO, RMO ഇവരെല്ലാം അധികാരം ദുരുപയോഗിക്കുകയാണ്. ഒരു സമരം ചെയ്തതിനാണ് കാണിക്കുന്നത്. എത്രയോ സമരം ചെയ്ത ആളുകളാണ് ഇവർ. കേരളത്തിൽ എത്രയോ അക്രമ സമരങ്ങൾ നടത്തിയ ആളുകളാണ്. ട്രാൻസ്പോർട്ട് സമരം നടത്തി ബസ്സിലുണ്ടായിരുന്ന 4 പേരെ കത്തിച്ചളഞ്ഞ ആളാണ് ഇവര്. ബസ്സില് ട്രാൻസ്പോർട്ട് ബസ്സിലുണ്ടായിരുന്ന 4 പേരെ ബസ്സിന് തീ കൊളുത്തി ട്രാൻസ്പോർട്ട് സമരത്തിൽ കത്തിച്ചളഞ്ഞ ആളാണ് ഇവർ. അവരുടെ പിന്മുറക്കാരാണ് ഈ കാണിക്കുന്നത്. ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല. ഒരാളെയും, ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല. നിയമവിരുദ്ധമായി നടപടിയെടുത്ത എല്ലാവരുടെയും പുറകെ ഞങ്ങളുണ്ടാവും. നിയമപരമായ നടപടികളുമായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക. കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത. എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പോലെ ഒരാളത് സംസാരിച്ചത്? ആ സ്ഥാനത്തിന് ഇതിന്റെ വിലയാണ് കുറച്ചു കളഞ്ഞത്. അതേ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു മഹത്വം ഉണ്ടല്ലോ. CPM പോലത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വമാണ് ഇതുപോലെ മൂന്നാം കര വർത്തമാനം പറഞ്ഞ് നശിപ്പിച്ച കളഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം. ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കാതിരുന്നിട്ടാണ്. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്ക് നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ പോലും ഹാജരാകാതെ ആഭ്യന്തരമന്ത്രിയുടെ അപ്പുറം ഇപ്പുറം നടക്കുകയാണ്. അകത്തു പോകേണ്ട ആളുകളാണ് മുഖ്യമന്ത്രി ഇടത്തും വലത്തും വാഴ്ത്തു വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുപോലെ പോലീസ് ജീപ്പ് തല്ലി തകർത്തു. DYFI നേതാവ് ചാലക്കുടിയിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയ ചാലക്കുടിയിലെ ഏരിയ സെക്രട്ടറിയെ നടപടിയെടുത്തില്ല. SFI സംസ്ഥാന സെക്രട്ടറി ബമ്പറിൽ കയറി നിന്നിട്ട്, ഇതിന്റെ മോളിൽ കയറി നിന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കയറാന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്ന് നോക്കി. അവരെയാണ് ലാളിച്ച് മോനെ കുട്ടാന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റിയത്, പാൽക്കുപ്പിയും കൊടുത്ത്. ഇതാണ് സമീപനം. അല്ല, നിയമപരമായ നടപടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയ കാര്യത്തിലില്ല. അപ്പോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിയമലംഘനം നടത്തുകയാണ്. അദ്ദേഹത്തോട് ആദ്യം ഈ കുഴപ്പത്തിന്റെ മുഴുവൻ കാരണം ഈ മുഖ്യമന്ത്രിയാണ്. കലാപാഹ്വാനമാണ് നടത്തിയത്. വധശ്രമം നടത്തിയ കേസിൽ ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതിന്റെ തുടർച്ചയാണ് ഇതെല്ലാം. ഇതിനെല്ലാം ഞങ്ങൾ ഉത്തരം പറയിക്കും, ഒരു സംശയം വേണ്ട. അല്ല, നിയമത്തിലല്ലല്ലോ കുഴപ്പം. നിയമം പൊതുമുതൽ നശിപ്പിച്ച് പറഞ്ഞാൽ കേസെടുക്കണം, ആരായാലും കേസെടുക്കണം. അത് മാത്രമല്ല, സെക്ഷൻ 333 എടുത്തിരിക്കുകയാണ്.
നേരിട്ട് ഒരാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് 10 കൊല്ലം ശിക്ഷ കിട്ടുന്ന കേസ് വരെ എടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട്.